ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഒരു ബീഫ് ചില്ലിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ബീഫ് ചില്ലി എങ്ങനെ റെഡിയാക്കണമെന്ന് നമുക്കൊന്ന് കാണാം. അതിനെന്തൊക്കെയാണ് വേണ്ടത്, അത് റെഡിയാക്കാൻ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് താമസിയാതെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിന് തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലേക്ക് കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ ഈ ബീഫ് ചില്ലി റെഡിയാക്കാൻ വേണ്ടിയിട്ട് വലിയ കഷ്ണം ബീഫ് എടുത്തിട്ട് എല്ലാം പാടൊന്നും ഇല്ലാത്ത നല്ല ബീഫിൻ്റെ വലിയ പീസാണ് എടുക്കേണ്ടത്. ഞാൻ നല്ല കഴുകി എടുത്തതാണ്. എന്നിട്ട് ഞാൻ ഇതൊരു കുക്കറിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. നല്ല കുഴഞ്ഞ് പോകുന്ന വരെ വേവിക്കേണ്ട. ഒരു 3/4 വേവാകുമ്പോൾ നമുക്ക് ഓഫാക്കാം. ഇനി ഒരു 4 വിസിൽ വരുന്നവരെ വേവിച്ചാൽ മതി. കുക്കറിലല്ലാതെ നിങ്ങൾ വേറെ പാത്രത്തിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇടയ്ക്ക് തുറന്ന് നോക്കിയാൽ മതി. ഇതാകുമ്പോൾ 4 വിസിൽ അടിച്ചാൽ തന്നെ ഓഫാക്കിയാൽ ഒരു 3/4 വേവായിട്ടുണ്ടാവും. ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് ഞാൻ അടച്ച് വെച്ചിട്ട് നമുക്ക് നല്ലത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനത് വേവിച്ചെടുത്ത് വെന്തിട്ടുണ്ട്. അത് നമുക്ക് ഇനി വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഈ ബീഫിൻ്റെ കഷ്ണങ്ങളൊക്കെ വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അത് മാറ്റിയത് നല്ല കുഴഞ്ഞ് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാനൊന്നും കഴിയൂല, ഉടഞ്ഞ് പോവും. അതുകൊണ്ട് 3/4 വേവ് ആകുമ്പോൾ ഒന്ന് ഓഫാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം ആണ് നമ്മളിത് കട്ട് ചെയ്ത് ചൂടാറിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത് നല്ല ചൂടാറി വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നീളത്തിലാണ് കട്ട് ചെയ്യുക. നമ്മൾ കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ അത് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്ത് ഇതുപോലത്തെ പീസുകളാണ് വേണ്ടത്. ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്താണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കാം. അതിനുവേണ്ടി ഈ പാത്രത്തിൽ ഞാൻ ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1.5 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി ഞാനൊരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മുളക് പൊടിയാണ്. അല്ലെങ്കിൽ ഉണക്ക മുളക് ഉണ്ടെങ്കിൽ അതൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്കൊരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് എരിവ് കുറവായിരിക്കും, നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് ഗരം മസാല ആണ് ഗരം മസാല പൗഡർ ചേർത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ലെമൺ ജ്യൂസ് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഒഴിക്കാം. ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്ത് ഇനി കോൺഫ്ലവർ പൗഡർ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് നല്ലൊരു കുഴമ്പ് രൂപത്തിലാണ് നമുക്ക് മിക്സ് ചെയ്യേണ്ടത്. അപ്പം ഇനി കുറച്ചൊരു വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലൊരു കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കാം. ഞാൻ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് നല്ലൊരു കുഴമ്പ് രൂപത്തിൽ നല്ല ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. നല്ല മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക്
വെളുത്തുള്ളി പിന്നെ ഇഞ്ചി പച്ചമുളകും ഒന്നും കൂടി ഞാൻ മിക്സിയിലിട്ട് നല്ല അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം പിന്നെ ഇഞ്ചിയും 4 പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും കൂടി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതാണ്. ഇത് നല്ല ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഉപ്പൊക്കെ പിന്നെ ടേസ്റ്റ് നോക്കാം, ഉപ്പും എരിവും ഒക്കെ ഉണ്ടോയെന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ കുറവുണ്ടെങ്കിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ഈ ബീഫിൻ്റെ പീസൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് ഈ മസാലകളൊക്കെ ഇതിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതിൽ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കുകയാണ്. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് പിന്നെ പൊരിച്ചെടുത്താൽ മതി. എപ്പോഴും ഇതിലേക്ക് മസാലകളൊക്കെ നല്ല പിടിച്ച് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു ചുരുങ്ങിയത് 1/2 മണിക്കൂറെങ്കിലും വെക്കണം. അതൊക്കെ നല്ലതിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ തുറന്ന് എടുത്താണ്. നല്ല പിന്നെ ഓയിലൊക്കെ സ്റ്റൗവിൽ എല്ലാം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പിന്നെ ഇട്ടിട്ട് നല്ലൊന്ന് വറുത്ത് പോരാം. അപ്പോൾ ബീഫ് കഷ്ണങ്ങൾ ആദ്യം ഒന്ന് വെന്തതാകുമ്പോൾ പിന്നെ അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് നല്ലൊന്ന് പൊരിച്ച് പോരിയാൽ മതി. ഒരുപാട് സമയമൊന്നും എണ്ണയിൽ വെക്കേണ്ട ആവശ്യമില്ല. വെന്തതാണല്ലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചില്ലിയാണ്. കഴിക്കാനായിട്ടൊക്കെ നല്ല ടേസ്റ്റാണ്. അതുപോലെയൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇതിലേക്ക് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഈ ബീഫിൻ്റെ കൂടെ വറുത്ത് കോരുക. വറ്റൽമുളക് ഇല്ലെങ്കിൽ പച്ചമുളക് നേർന്ന് പിന്നെ നടു കയറിയിട്ട് ഇട്ട് വറുത്ത് കോരിയാൽ മതി. അപ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് ഇതും കൂടെ ഇതിലേക്ക് ഇടുമ്പോൾ. അപ്പോൾ നമ്മളെ ബീഫ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് പിന്നെ അഭിപ്രായം അറിയിക്കുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സുകൾക്കും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതുകൊണ്ട് പ്രസ് ചെയ്യുക. എന്നാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുന്നതാണ്. പിന്നെ ഇനി നമുക്ക് പിന്നെ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ പിന്നെ വീണ്ടും വരും. അപ്പോൾ നമുക്ക് കാണാം. അതുവരെ അസ്സലാമു അലൈക്കും.